തൃശൂർ അക്കിക്കാവിൽ KSRTC ലോ ഫ്ലോർ ബസ് കടയിൽ ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. 8 പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങളുണ്ട്. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ലെവിൻ, നേരത്തെ ഈ വിവരം നൽകിയതാണ്. അപ്പോൾ ഇത്രയും അപകടത്തിൻ്റെ അവസ്ഥ നമുക്കറിയില്ലായിരുന്നു. എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നു? ആനന്ദ്, പെരുമ്പിലാവ് അക്കിക്കാവിലാണ് അപകടം ഉണ്ടായത്. രാത്രി 10:50 കൂടിയാണ് അപകടം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ചങ്ങരംകുളം ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസിന് മുൻപിലേക്ക് പെട്ടെന്ന് ഒരു കാർ വരികയും ഇത് വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ KSRTCയുടെ ഡ്രൈവർ വെട്ടിച്ചു മാറ്റുകയും ചെയ്തതാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ ഈ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. അപകടത്തിൽ 8 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ബസ് യാത്രക്കാരടക്കമുള്ള 8 പേർ ഈ പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഡ്രൈവർ, ബസിന്റെ ഡ്രൈവർ ഈ കെട്ടിടത്തിൽ ഇടിച്ചു കയറിയതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ പുറത്തെടുക്കാൻ ഏറെ താമസം എടുത്തിട്ടുണ്ട്. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും ദീർഘനേരം ശ്രമിച്ചതിന് ശേഷമാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. പെരുമ്പഴാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ 8 പേർക്ക്, കാർ യാത്രികർ അടക്കമുള്ള ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ ആരുടെയും പരിക്ക് അത്ര ഗുരുതരമല്ല, ഈ ഡ്രൈവറുടെ ഒഴികെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരം. കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വന്ന ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിലെ യാത്രക്കാരടക്കം നിസ്സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. 10:50 കൂടി അപകടം നടന്നതിന് പിന്നാലെ തന്നെ പ്രദേശവാസികൾ ഓടിക്കൂടുകയും ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയുമായിരുന്നു. വേഗത്തിൽ തന്നെ ഇവരെത്തി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഗതാഗതക്കുരുക്ക് വലിയ തോതിലുണ്ടായിരുന്നു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുകയും പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ്. ഏതായാലും പരിക്കേറ്റ ആളുകളുടെ അടക്കം KSRTC ബസിന്റെ ഡ്രൈവറുടെ അടക്കമുള്ള പേര് വിവരങ്ങൾ ഇനിയും നമുക്ക് ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം അത്തരം വിവരങ്ങൾ കൂടി ലഭിക്കുമെന്നാണ് ഉള്ളതാണ് കരുതുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും അത്തരത്തിൽ വേഗത്തിൽ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റും പറയുന്നത്. പരിക്കേറ്റ മറ്റുള്ളവരുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറയുന്നു. ശരി.